ഭംഗിയുള്ള വെൽക്കം സ്പീച്ച് കായംകുളത്ത് നിന്നും ഞങ്ങൾക്ക് കിട്ടിയത് വളരെയധികം ചാരിതാർത്ഥ്യം അതേപോലെ തന്നെ സന്തോഷം നിറയുന്നു. ആൻഡ് വൺസ് അഗെയിൻ അച്ചിയാനസ് ആൻഡ് സ്പെഷ്യൽ താങ്ക്സ്. ഓക്കെ, അതുപോലെ തന്നെ ഇറ്റ്സ് എ ഡെഡിക്കേഷൻ. ഞാൻ നേരത്തെ ഈ ഇൻട്രോയിൽ സൂചിപ്പിച്ച പോലെ കാൽപന്തുകളിലെ രാജകുമാരൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലൊരു ഉത്തരം നമുക്ക് പറയാൻ പറ്റും, ക്രിസ്ത്യാനോ റൊണാൾഡോ. അദ്ദേഹത്തിന്റെ ഒരു ഹിസ്റ്ററി, ദാറ്റ്സ് എ ഡെഡിക്കേഷൻ. ചെറുപ്പം മുതൽ പന്തുകളോടും അതുപോലെ തന്നെ ഫുട്ബോൾ മൈതാനങ്ങളോടും ഡെഡിക്കേഷൻ ആയിരുന്നു അദ്ദേഹത്തിന്റെ ഒരു സ്പെഷ്യലൈസ്ഡ്. അതുപോലെ തന്നെ ട്രെയിനിങ് ഡെഡിക്കേഷൻ, ട്രെയിനിങ് പ്രോഗ്രാം, മോട്ടിവേഷൻ ട്രെയിനിങ് പ്രോഗ്രാം, സോഫ്റ്റ് സ്കിൽ ഡെവലപ്മെന്റ് ട്രെയിനിങ് പ്രോഗ്രാമിൽ ഒരുപാട് വർഷങ്ങളോളമായി, ഏകദേശം 15 വർഷത്തോളമായി ഡെഡിക്കേറ്റ് ചെയ്ത ഒരു വ്യക്തിയാണ് ഇന്ന് നമുക്ക് ഈ ട്രെയിനിങ് പ്രോഗ്രാമിൽ ഇന്നത്തെ ട്രെയിനറായി നമുക്ക് അതിഥിയായി എത്തിയുള്ളത് ഷെമീന മാം. 15 വർഷത്തോളമായി PSC ട്രെയിനിങ് പ്രോഗ്രാമുകളിൽ സജീവമാണ്. അതുപോലെ തന്നെ 5 വർഷത്തോളമായി ഓൺലൈൻ ഓഫ്ലൈൻ മോട്ടിവേഷൻ ട്രെയിനിങ് പ്രോഗ്രാമിൽ സജീവമാണ്. 5 വർഷത്തോളമായി ജോബ് മോട്ടിവേഷൻ ദ സ്പീക്കർ ദ സ്റ്റുഡൻസ്, വിദ്യാർത്ഥികൾ, ഒട്ടനവധി വിദ്യാർത്ഥികൾ, ആയിരക്കണക്കിന് 10,000-കണക്കിന് വിദ്യാർത്ഥികൾക്ക് 5 വർഷത്തോളമായി മോട്ടിവേഷൻ ട്രെയിനിങ് കൊണ്ട് അമ്മാനമാടുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ 5 വർഷത്തോളമായി കസ്റ്റമർ കെയർ മാനേജ്മെന്റ്, വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല നമ്മൾ പ്രൊഫഷണൽസിന്റെ കസ്റ്റമർ കെയർ മാനേജ്മെന്റിലും വളരെയധികം ഭംഗിയായി ട്രെയിനിങ് നിർവഹിക്കുന്നു. അതുപോലെ തന്നെ സെൽഫ് മോട്ടിവേഷൻ ട്രെയിനിങ് ആണ് 5 വർഷത്തോളമായി സെൽഫ് മോട്ടിവേഷൻ ട്രെയിനിങ് ആൻഡ് പേഴ്സണൽ ട്രെയിനിങ് കൂടിയാണ്. ഇതിന്റെ അപ്പുറത്ത് എന്താണ് ഒരു ട്രെയിനറിൽ നിന്ന് നമുക്ക് ലഭിക്കാവുന്നത്? വളരെ സ്നേഹത്തോടെ, വളരെ ഹാർദമായി ഈ കോഫി ടോക്കിലെ 914-ാമത്തെ ദിവസം, ഈ സുപ്രഭാതം പൂവണിയുമ്പോൾ ഇവിടുത്തെ ട്രെയിനറായി വന്ന ഷെമീന മാം ആൻഡ് ഇൻസ്പിറേഷണൽ ദ സ്പീക്കർ, പേഴ്സണൽ ദ ഡെവലപ്മെന്റ് ട്രെയിനർ നമ്മൾക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മാം, ഫ്ലോർ ഈസ് യുവർ ഓൺ ഫോർ ദ 30 minutes the training program. Thank you. Thank you so much, മുജീബ് സാർ. നല്ലൊരു വെൽക്കം എനിക്ക് തന്ന നാജിയ മാമിനും അതുപോലെ തന്നെ നമ്മുടെ ചെയർമാൻ മുജീബ് സാറിനും അതുപോലെ ഇതിലെ ഫ്ലോറിലുള്ള എല്ലാ അതായത് ഇതിന്റെ കോർഡിനേറ്റേഴ്സ്, ഇതിനു വേണ്ടിയിട്ട് നിത്യം ഇതുപോലെ 940 സംതിങ് ആ ഒരു പ്രോഗ്രാം ഇങ്ങനെ റൺ ചെയ്ത് പോകണമെങ്കിൽ ഇതിന്റെ പുറകിൽ ഒരുപാട് എഫേർട്ട് ഉണ്ട്, ഒരുപാട് ആളുകളുടെ പ്രയത്നമുണ്ട്. അതുപോലെ ഇതിനു വേണ്ടിയിട്ട് നമുക്ക് എന്നും നല്ലൊരു പോസ്റ്റർ ഒക്കെ തയ്യാറാക്കി തരുന്ന ഉസ്മാൻ സാർ, അങ്ങനെ എല്ലാവരുടെയും പേരെടുത്ത് പറയാനാണെങ്കിൽ ഒരുപാട് പേരുണ്ട്. അപ്പം എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവരുടെയും സ്നേഹത്തോടു കൂടി എൻ്റെ ഫ്ലോറിലേക്ക്, അതായത് ഈ ഒരു ഫ്ലോറിലേക്ക് എനിക്ക് ഈ ഫ്ലോർ തന്നിട്ട് ഈ ഒരു ഫ്ലോറിലേക്ക് എന്നെ ശ്രവിക്കാൻ വേണ്ടി വന്നിട്ടുള്ള എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സെഷൻ ഇന്ന് ഞാൻ ആരംഭിക്കുകയാണ്. അപ്പം എല്ലാവർക്കും ഏറ്റവും മനോഹരമായ, ഏറ്റവും ആഗ്രഹപൂർണമായ, ഏറ്റവും സന്തോഷപൂർണമായ ഒരു ദിവസവും കൂടി ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും നേരുന്നു. ഇന്നത്തെ സുപ്രഭാതം എല്ലാവർക്കും, ഇന്നത്തെ ഈ ഒരു ഫുൾ ഡേ എല്ലാവർക്കും മനോഹരമായ ഒരു ദിവസമാവാൻ വേണ്ടിയിട്ട് ഞാൻ ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ ആരംഭിക്കാം. അപ്പം റെഡിയല്ലേ എല്ലാവരും? റെഡിയാണോ? റെഡിയാണോ? എല്ലാവരും റെഡിയാണോ? സെഷൻ കേൾക്കാൻ റെഡിയാണോ? നമ്മുടെ മുജീബ് സാറ്, ചെയർമാൻ മുജീബ് സാറ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോ എന്റെ സെഷന്റെ പേരൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, ഞാൻ എടുക്കാൻ പോകുന്ന ടൈറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും ഊഹമുണ്ടോ എന്തായിരിക്കും ഞാൻ നിങ്ങളോട് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്? എന്തായിരിക്കും ഞാൻ നിങ്ങളോട് ചർച്ച ചെയ്യാൻ പോകുന്നത്? പറയാമോ? ഹാപ്പി ലൈഫ്. ഹാപ്പി ലൈഫ്, ഓക്കെ. ശരിയാണ് സാറേ, തെറ്റൊന്നുമല്ല, ഹാപ്പി ലൈഫ് തന്നെയാണ്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? 12 റൂൾസ് ഫോർ ലൈഫ്. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ടോപ്പിക്കാണ് 12 റൂൾ ഫോർ ലൈഫ്. ഈ 12 റൂൾ ഫോർ ലൈഫ് എന്ന ഈ ഒരു ടോപ്പിക്ക് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾക്ക് സ്ക്രീൻ കാണാവോ? ഞാനൊന്ന് ഷെയർ ചെയ്യുവാണേ. സ്ക്രീൻ കാണാവോ? കാണാലോ? ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഷെയർ ചെയ്യുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതിനൊരു ആധികാരികമായ, അതായത് നമ്മളുടെ ജീവിത വിജയത്തിന് എല്ലാവർക്കും ജീവിതത്തിൽ വിജയിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. എനിക്കിഷ്ടമാണ്, നിങ്ങൾക്കിഷ്ടമാണ്, ഈ ലോകത്തിലുള്ള എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ജീവിതത്തിൽ വിജയം നേടണം എന്നുള്ളത്. ആർക്കെങ്കിലും ഇതിനകത്ത് ഇഷ്ടമില്ലാത്തവരില്ല, 100% ഉറപ്പാണ്. എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ഓരോ പാർട്ടിസിപ്പൻസും, അതായത് 44ഓളം പേര് എൻ്റെ മുമ്പിൽ ഇരിപ്പുണ്ട്. ഈ 44 പേർക്കും എന്തുണ്ട്? ജീവിതത്തിൽ തീർച്ചയായിട്ടും വിജയിക്കണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. ഈ വിജയിക്കണം എന്നുള്ള ആഗ്രഹം ഉള്ളത് കൊണ്ടാണ്
ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള എല്ലാവരും രാവിലെ ഈ 7 AM കോഫി ടോക്കിൽ കൃത്യമായിട്ട് നല്ല മോട്ടിവേഷണൽ സ്പീച്ച് ഓരോ ദിവസങ്ങളിലും വളരെ മനോഹരമായ ക്ലാസ്സുകളാണ് നമ്മുടെ ഈ 7 AM കോഫി ടോക്കിൽ നടക്കുന്നത്. ഞാൻ കയറാറുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ക്യാമറ ഓൺ ആക്കാൻ പറ്റിയ ഒരു സാഹചര്യം അല്ലാത്തത് കൊണ്ട് ക്യാമറ അങ്ങനെ ഓൺ ആക്കി വെക്കാറില്ല രാവിലത്തെ തിരക്ക് കാരണം. അപ്പൊ എനിക്കും നിങ്ങൾക്കും ജീവിതത്തിൽ വിജയിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് നമ്മളിങ്ങനെ നടക്കുന്നത്. അതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ഓരോരുത്തരും ലക്ഷ്യമിടുന്നത്. നമ്മൾ എല്ലാവരും ജോലിക്കാരാണ്, അല്ലെങ്കിൽ റിട്ടയർഡ് ആണ്. ഒരു സാറിനോട് രാവിലെ ചോദിച്ചപ്പോൾ സാർ ഇങ്ങനെ ഡേറ്റ് സഹിതം പറഞ്ഞു. സാറിന്റെ പേര് ബേബി സാറ്. ബേബി സാർ പറഞ്ഞു, ഞാൻ ഇന്ന വർഷം ഇത്രാം തീയതി ഞാൻ റിട്ടയർ ചെയ്ത ആളാണ് എന്ന് പറഞ്ഞു. കൃത്യം അതൊരു വെള്ളിയാഴ്ച ആയിരുന്നു എന്ന് സാറ് പറഞ്ഞു. അപ്പം എല്ലാവരും ഓരോ ഫീൽഡിൽ നിന്ന് ആ ഫീൽഡിൽ അവരുടെ വിജയം കാണിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, അതല്ലെങ്കിൽ ആ ഫീൽഡിൽ നിന്ന് റിട്ടയർ ആയ ആളുകൾ. എങ്കിലും നമ്മൾ എന്താ ആഗ്രഹിക്കുന്നുണ്ട്? നമ്മളുടെ എല്ലാം ജീവിതത്തിൽ ഒരു വിജയം ആഗ്രഹിക്കുന്നുണ്ട്. ശരിയല്ലേ? ശരിയാണോ? ഇന്ന് 7 AM കോഫി ടോക്കിൽ ഞാൻ സംസാരിക്കാൻ വന്നിട്ട് എനിക്ക് റിപ്ലൈ തരാൻ ഇവിടെ ഒരു മനുഷ്യരില്ലേ? തീർച്ചയായിട്ടും ശരിയാണ് മാം, ശരിയാണ്, 100% ശരിയാണ്. ശരിയാണ്. നമ്മളുടെ ജീവിതത്തിൽ എനിക്ക് എന്റേതായ ലക്ഷ്യമുണ്ട്. നമ്മുടെ മനോജ് സാറിന്റെ ലക്ഷ്യമുണ്ട്. അതുപോലെ തന്നെ മലേഷ്യയിൽ ഇരുന്ന് ഈ ഒരു പോസ്റ്റർ ഡെയിലി ഇങ്ങനെ തയ്യാറാക്കി കൊടുക്കണമെങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റേതായ ലക്ഷ്യമുണ്ട്. ഉസ്മാൻ സാറിന് അദ്ദേഹത്തിന്റെ ലക്ഷ്യമുണ്ട്. അപ്പം നമുക്ക് എപ്പോഴും പ്രശസ്തരാവണം, നമുക്ക് എപ്പോഴും വലിയ ആളുകളാവണം. ഞാൻ നിലവിൽ ഒരു സർക്കാർ ജീവനക്കാരി ആയിട്ട് പോലും ഞാൻ ട്രെയിനിങ് ആണ് എന്റെ പാഷൻ. ഞാൻ എപ്പോഴും ലീവിലായിരിക്കും, മിക്കപ്പോഴും ഞാൻ ലീവിലാണ്. ഞാൻ നിലവിലെ ഒരു സർക്കാർ ജീവനക്കാരിയാണ്. അതോടൊപ്പം സർക്കാർ ജീവനത്തിൽ ഇരുന്നുകൊണ്ട് എനിക്ക് ട്രെയിനിങ്, അതുപോലെ തന്നെ കൗൺസിലിംഗ് ഒക്കെ എനിക്ക് പാഷനായി ഞാൻ എന്ത് ചെയ്തു, സൈക്കോളജിയും ട്രെയിനിങ്ങും ഒക്കെ ഞാൻ ഫോളോ ചെയ്ത് ഞാനിപ്പോ അതിന്റെ പുറകെയാണ്. സത്യത്തിൽ ഞാൻ ലീവ് എടുത്താൽ ഞാൻ ഓരോ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നത്. അപ്പൊ ഞാൻ എന്തുകൊണ്ട് ഞാൻ എന്റെ ഓഫീസിൽ ഇരുന്ന് എന്റെ വർക്ക് ഞാൻ ചെയ്യുന്നില്ല? എനിക്കുണ്ട് ആഗ്രഹങ്ങൾ. എന്റെ വർക്ക് ചെയ്യണം, ഞാൻ അവിടെ ഇരുന്ന് ഒതുങ്ങി പോകുള്ളൂ എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ഞാൻ ജോലി കിട്ടി 1 വർഷം കഴിഞ്ഞപ്പോൾ മുതൽ എനിക്ക് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു ഗവൺമെന്റ് ജോലി കിട്ടണം എന്ന്. ഒരു ഗവൺമെന്റ് ജോലി കിട്ടിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ തികഞ്ഞു, ഇനി ഒന്നുമില്ല എന്നാണ്. സത്യത്തിൽ ജീവിക്കാൻ നമുക്ക് മാർഗം ഉണ്ടാവും എന്നുള്ളതായിരുന്നു എന്റെ ആദ്യത്തെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. അത് നേടിയെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മനസ്സിലായി, അയ്യോ എനിക്ക് ഇവിടെ ഇരുന്നിട്ട് ഓക്കെ ആവുന്നില്ല. ഫയൽ ഇങ്ങനെ നമ്മൾ എഴുതലല്ലാതെ വേറെ ഒരു പ്രത്യേക പരിപാടികളും നമുക്കില്ല. കുറേ ഫയൽ നമ്മളുടെ മുമ്പിലേക്ക് വരും. എന്റെ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ നമുക്ക് നമ്മുടെ ശ്രീജിത്ത് സാറിന്റെ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ പോലെ നമുക്കൊരു പബ്ലിക്കുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത ഡിപ്പാർട്ട്മെന്റാണ്. രജിസ്റ്റർ ഓഫീസ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ആളുകൾ വരും. എന്റെ ഡിപ്പാർട്ട്മെന്റിൽ അങ്ങനെ എന്റെ മുമ്പിലേക്ക് വരാൻ ഒരാളുകൾ പോലും ഇല്ല. വരുന്ന ആളുകളുടെ കണക്ക് എഴുതി കൊടുക്കൽ മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ കണക്കെഴുത്ത് എനിക്ക് പറ്റുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എന്ത് ചെയ്തു, എന്റെ ആഗ്രഹങ്ങളുടെ പുറകെ ഇങ്ങനെ പോയി എനിക്കും ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലേക്കായി. അപ്പം നമ്മൾ ഓരോരുത്തരും ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ജീവിത വിജയം ആഗ്രഹിക്കുന്നവരാണ്. അപ്പൊ ഞാൻ കൂടുതൽ അതിനെപ്പറ്റി വിശദീകരിക്കുന്നില്ല, നമുക്ക് സെഷനിലേക്ക് പോകാം. 12 റൂൾസ് ഫോർ ലൈഫ് ബൈ ജോർഡൻ ബി പീറ്റേഴ്സൺ. ഈ ജോർഡൻ ബി പീറ്റേഴ്സൺ എന്ന് പറയുന്ന പ്രശസ്തനായ മനഃശാസ്ത്രജ്ഞൻ എഴുതിയ ഒരു ബുക്കിന്റെ പേരാണ് ജീവിത വിജയത്തിന് വേണ്ട 12 വഴികൾ. ജീവിത വിജയത്തിന് വേണ്ട 12 വഴികൾ, 12 റൂൾസ് ഫോർ ലൈഫ് എന്നതൊരു പുസ്തകത്തിന്റെ പേരാണ്. ഈ പുസ്തകം എഴുതിയ ആൾക്കൊരു പ്രത്യേകതയുണ്ട്, ജോർഡൻ ബി പീറ്റേഴ്സൺ. അദ്ദേഹത്തിന്റെ പേര് ജോർഡൻ ബി പീറ്റേഴ്സൺ. ഈ പുസ്തകം എഴുതിയ ആളുടെ പേരാണ് ഞാൻ ഫ്രണ്ട് പേജിൽ തന്നെ കൊടുത്തിട്ടുള്ളത്. അപ്പം ഈ ജോർഡൻ ബി പീറ്റേഴ്സണും ഉണ്ടായിരുന്നു നമ്മളെ എല്ലാവരെയും പോലെ ജീവിതത്തിൽ വിജയിക്കാനായിട്ട് ആഗ്രഹം. അങ്ങനെ ജോർഡൻ ബി പീറ്റേഴ്സൺ ഒരു മനഃശാസ്ത്രജ്ഞനായിരുന്നു, ഒരു കോളേജിലെ പ്രൊഫസർ ആയിരുന്നു, അതുപോലെ തന്നെ പ്രശസ്തനായ വളരെ മനോഹരമായ ഒരു അധ്യാപകനായിരുന്നു. നമ്മുടെ മുജീബ് സാർ അധ്യാപകനാണ് എന്ന് നാജിയ മാം പറഞ്ഞു. അപ്പം അധ്യാപകരാകുമ്പോൾ തന്നെ ഒത്തിരി കുട്ടികൾക്ക് അവരോട് ഇഷ്ടം ഉണ്ടാവും, അവരുമായിട്ട് ഇടപെടാൻ താല്പര്യം ഉണ്ടാവും. നല്ലൊരു അധ്യാപകൻ എന്ന് പറഞ്ഞ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഏറ്റവും നല്ലൊരു വിജയമാണ് എന്ന് നമുക്ക് 100% പറയാം. ഒരു കുട്ടിയുടെയെങ്കിലും മനസ്സിൽ ജീവിച്ചിരിക്കുന്ന ഒരു അധ്യാപകനാകുക എന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അങ്ങനെയൊക്കെ പ്രത്യേകതയുള്ള ഒരാളാണ് പ്രശസ്ത മനഃശാസ്ത്രജ്ഞൻ ജോർഡൻ ബി പീറ്റേഴ്സൺ. അങ്ങനെ ഈ ജോർഡൻ ബി പീറ്റേഴ്സന് തോന്നി, എനിക്ക് എന്റെ ജോലിയിൽ സാറ്റിസ്ഫൈഡ് അല്ല. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, പക്ഷെ എനിക്ക് ലോക പ്രശസ്തിയിലേക്ക് എത്തണം. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, അദ്ദേഹം പറയുന്നു, ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, പക്ഷെ എന്റെ കുട്ടികളുടെ മുമ്പില്, എന്റെ കോളേജിന്റെ മുമ്പില് മാത്രമേ ഞാൻ അറിയപ്പെടുന്നുള്ളൂ, എന്റെ വീട്ടുകാരുടെ മുമ്പില്, എന്റെ സുഹൃത്തുക്കളുടെ മുമ്പിൽ ഞാൻ അറിയപ്പെടുന്നുള്ളൂ എന്നുള്ള ചിന്താഗതിയിൽ ഇദ്ദേഹം എന്ത് ചെയ്യുന്നു, ഇദ്ദേഹം കുറെ പുസ്തകങ്ങൾ എഴുതാൻ തീരുമാനിച്ചു. ആദ്യ പുസ്തകം എഴുതി, ഒരൊറ്റ പുസ്തകശാലകൾ, അതായത് ഒറ്റ സ്ഥലം പോലും ഈ പുസ്തകം കണ്ടതായിട്ടില്ല. രണ്ടാമതൊരു പുസ്തകം എഴുതി,
ആ പുസ്തകം ആരും വായിച്ചില്ല, അറിഞ്ഞില്ല. അങ്ങനെ ഇദ്ദേഹം പുസ്തകം എഴുത്ത് അവസാനിപ്പിക്കാതെ ഇങ്ങനെ പുസ്തകം എഴുതിക്കൊണ്ടിരുന്നു. പിന്നെ ഇദ്ദേഹത്തിന് മനസ്സിലായി, ഞാൻ ഈ പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ട് ഒരൊറ്റ പുസ്തകം പോലും ഒരു നല്ലൊരു പേരെടുക്കുകയോ മറ്റുള്ള ഒരാളുടെ മനസ്സിലേക്ക് കയറാനോ പറ്റിയില്ല. സാധാരണ നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ഈ പരിപാടി അങ്ങ് നിർത്തും. കാരണം 1 ചെയ്തു, 2 ചെയ്തു, 3 ചെയ്തു, യാതൊരു പ്രത്യേകത ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ശരി ഇനി എനിക്കിത് പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മൾ ബുക്കൊക്കെ അടച്ചു വെച്ച് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പരിപാടി അങ്ങ് ക്ലോസ് ചെയ്ത് അവിടെ ഇരിക്കും. നമുക്ക് നല്ല ട്രെയിനർ ആവണം. 1 ട്രെയിനിങ് എടുത്തു, 2 ട്രെയിനിങ് എടുത്തു, 3 ട്രെയിനിങ് എടുത്തു, പിന്നെ ഇനി നമുക്ക് ട്രെയിനിങ് എടുത്തു, ഇനി എനിക്ക് ഇതിനകത്ത് വിജയിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മൾ കയറിയിരിക്കും. അപ്പൊ നമ്മുടെ ജോർഡൻ ബി പീറ്റേഴ്സൺ എന്ത് ചെയ്തു, ജോർഡൻ ബി പീറ്റേഴ്സൺ പിന്നീട് പല പല ചിന്തകളിൽ നിന്ന്, പല പല ആഗ്രഹങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് ഉരുത്തിരിഞ്ഞു വന്ന ആശയമാണ് ഈ ഒരു പുസ്തകം 12 റൂൾസ് ഫോർ ലൈഫ് എന്ന് പറയുന്നത്. അപ്പൊ ഈ 12 റൂൾസ് ഫോർ ലൈഫ് എന്ന പുസ്തകം ഇദ്ദേഹം എഴുതിയതിന് ശേഷം ചൂടപ്പം പോലെ വിറ്റഴിയുകയും അതുപോലെ തന്നെ ബെസ്റ്റ് സെല്ലർ പട്ടികയിൽ വരികയും ഒരുപാട് പേരുടെ ജീവിതത്തിൽ ഈ ഒരു പുസ്തകം അഫക്റ്റ് ചെയ്യുകയും ഒരുപാട് പേരുടെ മെന്റാലിറ്റി ഈ പുസ്തകം മാറ്റി എഴുതുകയും ഈ പുസ്തകം വായിച്ച ഓരോരുത്തരിലും ട്രാൻസ്ഫർമേഷൻ കൊണ്ടുവരാൻ ആഗ്രഹിച്ച് ഈ പുസ്തകം വായിച്ചിട്ടുണ്ടെങ്കിൽ ട്രാൻസ്ഫർമേഷൻ കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്തു. അങ്ങനെ ഈ ഒരൊറ്റ പുസ്തകം കൊണ്ട് പ്രശസ്തനായ, ലോക പ്രശസ്തനായ ഒരു മനഃശാസ്ത്രജ്ഞനായി മാറിയ വ്യക്തിയാണ് 12 റൂൾസ് ഫോർ ലൈഫിന്റെ എഴുത്തുകാരനായ ജോർഡൻ ബി പീറ്റേഴ്സൺ. ഈ പുസ്തകം ഞാൻ നിങ്ങളിലേക്ക് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഈ പുസ്തകത്തിൽ അദ്ദേഹം ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള വിജയത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ആ 12 വിജയ വഴികൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇനി റെഡിയാണോ ഇത് കേൾക്കാനായിട്ട്? സയന്റിഫിക്കലി പ്രൂവ്ഡ് ആണ് ഈ 12 കാര്യങ്ങളും. ആ 12 കാര്യങ്ങളും കേൾക്കാൻ നിങ്ങൾ റെഡിയാണോ? യെസ് മാഡം. യെസ്. എന്നിട്ട് അത് നിങ്ങൾ ഫോർവേഡ് ചെയ്യാൻ റെഡിയാണോ? ഒരുപാട് പേര് വിജയിച്ചതാണെന്ന് പറഞ്ഞു, നല്ലൊരു മനഃശാസ്ത്രജ്ഞനാണെന്ന് പറഞ്ഞു, സയന്റിഫിക്കലി പ്രൂവ്ഡ് ആണെന്ന് പറഞ്ഞു. അപ്പം ഇതിനി നിങ്ങൾ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ റെഡിയാണോ? എന്നാലല്ലേ ഞാൻ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. 12 വിജയം നമ്മൾ ഡെയിലി ഓരോരുത്തർ പറയുന്ന വിജയങ്ങളും ഓരോരുത്തർ പറയുന്ന മോട്ടിവേഷനും നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷെ നിങ്ങൾ അതിന് റെഡിയാണോ? നമ്മുടെ ജീവിതത്തിൽ ചേഞ്ച് കൊണ്ടുവരാൻ റെഡിയാണോ? റെഡിയാണ്. അപ്പൊ നമുക്ക് അത് ഇടാൻ തുടങ്ങിയേക്കാം അല്ലേ? അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ക്യാമറയിൽ ഇരിക്കുന്നവര് നേരെ ഇരിക്കാൻ ശ്രമിക്കാമോ? ക്യാമറയിൽ ഇരിക്കുന്നവരെല്ലാവരും ഒന്ന് നേരെ ഇരിക്കാൻ ശ്രമിക്കണം. ക്യാമറയിലുള്ളവര് ഇനി തിരക്ക് പിടിച്ച് ജോലികൾ ചെയ്യുന്നവരാണെങ്കിൽ എനിക്ക് അവരോടൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. കാരണം ബിക്കോസ് ഞാനും അതൊക്കെ തന്നെയാണ് രാവിലെ ചെയ്യാറ്. അപ്പൊ എനിക്ക് പല ക്ലാസ്സുകളും ഞാനും ഇങ്ങനെ ഓടി നടന്ന് കേൾക്കുന്ന ആളാണ്. പക്ഷെ ആ കേൾക്കുന്നവർ, അതായത് അടുക്കളയിൽ നിന്ന് തിരക്ക് പിടിച്ച് ജോലി ചെയ്യുന്നവരെ നേരെ ഇരിക്കാൻ അവർക്ക് സാധിക്കില്ലെങ്കിൽ അവരെനിക്ക് ആ ചെവി തരാൻ റെഡി ആയിരിക്കും. അപ്പൊ എല്ലാവരും ഒന്ന് നല്ലൊരു തംസപ്പിട്ടെ, എല്ലാവരും ഒന്ന് തംസപ്പിട്ടെ. നിങ്ങൾ അവിടെ ഉണ്ടെന്ന് എനിക്കൊന്ന് അറിയണം. നിങ്ങൾ എന്റെ ശക്തിയാണ്, നിങ്ങൾ അവിടെ ഉണ്ട്. നിങ്ങൾ എനിക്ക് കൃത്യമായിട്ട് റെസ്പോൺസ് ഒക്കെ തന്നാലേ എനിക്ക് ക്ലാസ് എടുക്കാൻ ഒരു ശക്തി കിട്ടുള്ളൂ. അപ്പൊ എല്ലാവരും ഒന്ന് തംസപ്പിട്ടിട്ട് റെഡി ആണെങ്കിൽ എല്ലാവരും എന്നെ ആ ക്ലാസ്സിലേക്ക് ഒന്ന് വിടാനായിട്ട് ഒന്ന് തയ്യാറാക്കാവോ? എനിക്ക് നിങ്ങളല്ലേ എന്റെ ശക്തി എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ റൊണാൾഡോയുടെ മനോഹരമായ ഒരു കഥ കേട്ടു. റൊണാൾഡോ പറയാറുണ്ട്, എനിക്ക് പുൽത്തകിടിയിലേക്ക് അല്ലെങ്കിൽ എനിക്ക് ഫുട്ബോൾ കളിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കളിക്കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ എന്റെ കാണികളായിരിക്കും എപ്പോഴും എന്റെ ശക്തി, അവരുടെ ആരവങ്ങളാണ് എന്റെ ശക്തി എന്ന് റൊണാൾഡോ പറയാറുണ്ട്. അതുപോലെ തന്നെ അത് മെസ്സിയും പറയുന്ന ഒരു കാര്യമാണ്, ഒരുപാട് കളിക്കാർ പറയുന്ന കാര്യമാണ്. ട്രെയിനർ എന്ന നിലയിൽ നമ്മുടെ എല്ലാവരുടെയും ശക്തി എന്ന് പറയുന്നത് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുമായിരിക്കും. അപ്പം അതുകൊണ്ട് നമുക്ക് അതിലേക്ക് നേരെ അങ്ങ് പോകാം, സമയം കളയുന്നില്ല. അപ്പൊ എന്താണ് നമ്മുടെ 12 റൂൾസ് ഫോർ ലൈഫ് എന്നത്? ഒന്നാമത്തെ കാര്യം ഞാൻ നിങ്ങളോട് എന്താ പറഞ്ഞത്? നിങ്ങൾ എല്ലാവരും ഒന്ന് നേരെ ഇരിക്കാൻ പറഞ്ഞായിരുന്നു അല്ലേ? ആദ്യത്തെ റൂൾ എന്ന് പറയുന്നത് എന്താണ്? നമ്മളോട് നേരെ ഒരു സ്ഥലത്തേക്ക് നമ്മൾ കയറി ചെല്ലുകയാണെങ്കിലും, നമ്മൾ ഒരു സ്ഥലത്തിരിക്കുകയാണെങ്കിലും, അതായത് തുടക്കത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്ഥാപനത്തിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊന്ന് നേരെ ഇരുന്നിട്ട് നമ്മുടെ ഷോൾഡർ ഒക്കെ ഒന്ന് പതിയെ ഒന്ന് നേരെയാക്കി നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് മറ്റുള്ളവരുടെ മുമ്പിലേക്ക് കൃത്യമായി ഫോക്കസ് ചെയ്ത്, എന്റെ മുമ്പിൽ വരുന്ന ഒരാളുടെ മുമ്പിലേക്ക്, അല്ലെങ്കിൽ ഞാനൊരു ഇന്റർവ്യൂ ബോർഡിലേക്ക് കയറി ചെല്ലുകയാണെങ്കിൽ ഞാൻ കൃത്യമായി ഫേസ് ടു ഫേസ് ഞാൻ നേരെ എന്റെ തോളുകൾ പതിയെ ബാക്കിലോട്ടൊന്ന് വച്ച് നേരെ ചെല്ലണം. അപ്പൊ നമ്മുടെ ഇരിപ്പ്, നമ്മുടെ ടെക്സ്ചർ, നമ്മുടെ പോസ്ചർ ശരിയാക്കുക എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്ന ആദ്യത്തെ റൂളുകളിൽ ഒന്നാമത്തെ റൂള്. നമ്മൾ എത്രയോ ആളുകളെ കണ്ടിട്ടുണ്ട്, ആ ഒരൊറ്റ കാഴ്ചയിൽ തന്നെ നമ്മൾ അവർക്ക് വിലയിടാറുണ്ട്, ഇടാറില്ലേ?
നമ്മൾ ഓരോരുത്തരെ കണ്ടു കഴിയുമ്പോഴത്തേക്കും ഒറ്റ കാഴ്ചയിൽ നമുക്ക് വരും, നമ്മൾ അവർക്ക് വിലയിടാറുണ്ട്. ശരിയല്ലേ? Yes, yes, yes. എന്തുകൊണ്ടായിരിക്കും നമ്മൾ അവർക്ക് വിലയിടുന്നത്? ഇതിന് പുറകിൽ ഇങ്ങനെ ഒരു ചരിത്രമുണ്ട്, സയന്റിഫിക്കലി പ്രൂവ് ചെയ്ത ഒരു കാര്യം. അപ്പം ഇതൊക്കെ വ്യക്തമായി പഠിച്ച ഒരാളാണ്. അതായത് നമ്മൾ IAS-നൊക്കെ ഇന്റർവ്യൂവിന് പോകുമ്പോഴത്തേക്കും വായിക്കാനായിട്ട് പ്രിഫർ ചെയ്ത് കൊടുക്കുന്ന ഒരു പുസ്തകമാണ് 12 Rules for Life എന്ന് പറയുന്നത്. IAS-ന് ഇന്റർവ്യൂവിന് പോകുന്ന കുട്ടികളോടൊക്കെ അധ്യാപകർ പറയാറുണ്ട്, നിങ്ങൾ ആ പുസ്തകം ഒന്ന് എടുത്ത് വായിക്കണം കേട്ടോ. അപ്പൊ നമ്മൾ ട്രെയിനേഴ്സ് ആയ നമ്മൾ മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഒരു കാര്യം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മൾ ഒരു സ്ഥലത്തേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എല്ലാവർക്കും, നിങ്ങളോട് ഞാനത് പറഞ്ഞു തരേണ്ട കാര്യമില്ല, ബിക്കോസ് നിങ്ങൾ എല്ലാം അതിൽ കോൺഫിഡന്റ് ആണ്. അപ്പം നമ്മൾ നിൽക്കുകയാണെങ്കിലും നമ്മൾ ഇരിക്കുകയാണെങ്കിലും നമ്മൾ നമ്മുടെ പോസ്റ്റർ അല്ലെങ്കിൽ ടെക്സ്ചർ ശരിയാക്കിയിട്ട് വേണം നമ്മൾ ഇരിക്കാൻ. അതായത് എന്നെ സ്ഥിരം അറിയാവുന്നവരുടെ അടുത്ത് വേണമെങ്കിൽ എനിക്കൊന്നിങ്ങനെ ഇരിക്കാം, അല്ലെങ്കിൽ എനിക്കൊന്നിങ്ങനെ ചെരിഞ്ഞിരിക്കാം. പക്ഷെ എന്നെ അറിയില്ലാത്ത ഒരു സദസ്സിലേക്ക് ഞാൻ കയറി ചെല്ലുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? തല ഉയർത്തി ഞാൻ എന്റെ തോളുകളെല്ലാം നേരെ വെച്ച് കൃത്യമായി അവരുടെ മുഖത്ത് നോക്കി ഒരു പുഞ്ചിരിച്ചുകൊണ്ട് ഞാൻ ആ മുഖത്തേക്ക് അല്ലെങ്കിൽ നോക്കി കടന്നു ചെല്ലണം. എന്തിനായിരിക്കും ഇത് ചെയ്യുന്നത്? എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാമോ എന്തിനായിരിക്കും ഇത് ചെയ്യുന്നത്? First impression is the best impression. ഓക്കെ, Confidence. പറഞ്ഞോ. I am confident. I am confident. First impression is the best impression. അത് ഓക്കെയാണ് ശ്രീജിനാമ്മ. താങ്ക് യു സോ മച്ച് ഡിയർ ശ്രീജിനാമ്മ. അതുപോലെ തന്നെ നമ്മുടെ നാഗേഷ് സാറാണ് പറഞ്ഞതെന്ന് തോന്നുന്നു, നമ്മുടെ കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യാനുള്ള ഒരു കാര്യമാണ്. ഇദ്ദേഹം ഇതിന് പുറകിൽ, ഇതൊക്കെ ശരിയായ കാര്യം തന്നെയാണ്. നമുക്ക് ഇതിന്റെ പുറകിൽ ഒരു സയന്റിഫിക്കലി പ്രൂവ് ചെയ്ത ഒരു കാര്യമുണ്ട്. മറ്റൊരാൾ കാണുമ്പോൾ ഞാൻ എന്റെ തല ഉയർത്തിപ്പിടിച്ചു, ഞാൻ എന്റെ തോളുകൾ ബാക്കിലോട്ട് വെച്ച് ഇരിക്കുകയോ നിൽക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കഴിവുള്ള ആളാണ് അദ്ദേഹം എന്നുള്ളതാണ് അതിന്റെ ഒരു സയന്റിഫിക്കലി പ്രൂവ് ചെയ്ത ഒരു കാര്യം. അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ജീവിതത്തിന്റെ ഏത് വെല്ലുവിളികളെയും നേരിടുന്ന ആളുകളാണ് എന്ന് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ആളുകൾക്ക് തോന്നണം. ഇയാളുടെ കയ്യില് ഈ ഒരു ഉത്തരവാദിത്തം കൊടുത്താൽ ഇത് 100% പെർഫെക്റ്റ് ആയി എനിക്ക് തിരിച്ച് ചെയ്തു തരും എന്ന് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ആളുകൾക്ക് നമ്മെ പറ്റി തോന്നുന്നതിനുള്ള ഒന്നാമത്തെ ലക്ഷണമാണ് നമ്മളിങ്ങനെ നേരെ ഇരിക്കുക എന്നുള്ളത്. എന്നെ ഒരു ജോലി സ്ഥലത്തേക്ക് ഇന്റർവ്യൂവിന് വിളിച്ചു. ഓട്ടോമാറ്റിക്കായിട്ട് ടെൻഷൻ കാണും കേട്ടോ. എനിക്ക് ഭയങ്കര ടെൻഷനായിരിക്കും, ഞാൻ ആകെപ്പാടെ ഡെസ്പായിരിക്കും. പക്ഷെ എന്റെ ആ ഡെസ്പ് മുഴുവൻ ഞാൻ അവിടെ കാണിച്ച് ഞാൻ അങ്ങനെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും തന്നെ ഞാൻ ബബ്ബ അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആ ജോലി അവർ തരുമോ? എനിക്ക് ഒരുപാട് കഴിവുള്ള ആളാണ്. ഞാൻ എക്സാമ്പിൾ പറയുന്ന കേട്ടോ, എനിക്ക് ഒരുപാട് കഴിവുണ്ടെന്ന് ഞാൻ എന്നെ പറഞ്ഞതല്ല. അപ്പം അല്ലെങ്കിൽ നാഗേഷ് സാറിന് ഒരുപാട് കഴിവുള്ള ആളാണ്. ഈ നമ്മുടെ ബേബി സാറിന് കഴിവുണ്ട്. ശ്രീജിന മാമിനൊക്കെ എനിക്കറിയാം, ശ്രീജിന മാമിനെ. അപ്പം ശ്രീജിന മാമിനെ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഒക്കെ തോന്നിയിട്ടുള്ള ആളാണ്. അപ്പം നമുക്ക് അങ്ങനെ കഴിവുണ്ടെങ്കിൽ പോലും ഈ കഴിവ് നമ്മൾ ആ കയറി ചെല്ലലിലൂടെ അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ ഒരു വേദിയുണ്ടോ? ആ കയറി ചെല്ലുമ്പോൾ നമ്മൾ ആ ഒരു രീതിയിലേക്ക് എന്റെ ടെൻഷൻ മുഴുവൻ കാണിച്ച് ഞാൻ അങ്ങോട്ട് കയറി ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വേദിയുണ്ടോ അവിടെ? ഒരിക്കലും ഇല്ല. എനിക്ക് എത്ര കഴിവുണ്ടായിരുന്നു, എന്നേക്കാൾ എത്ര കഴിവ് കുറഞ്ഞവർ ആ ജോലിയിലേക്ക് കയറിയതെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ അത് അവരുടെ പെർഫോമൻസ് ആണ്. അപ്പൊ ഒന്നാമത്തെ റൂള് നിങ്ങൾ ഒന്ന് ഓർത്ത് വെച്ചേക്കണം. ഇനി നിങ്ങൾ അത് ഫോർവേഡ് ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ ഒരു സ്ഥലത്തേക്ക് കയറി ചെല്ലുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് എനിക്ക് ചിലപ്പോൾ ഒന്നും അറിയത്തില്ലായിരിക്കുമെന്നേ, അത് സാരമില്ല. എനിക്ക് ഒരു കാര്യം അറിയില്ലാത്ത ആളാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? കാണുന്ന ആൾക്കാർക്ക് നമ്മൾ ഭയങ്കര അടിപൊളിയാണ് എന്നുള്ളത് ഒന്ന് കാണിച്ചു കൊടുത്തേക്കണം. അതുപോലെ തന്നെ എന്റെ അധ്യാപകൻ എപ്പോഴും പറയുന്ന ഈ ഒരു പോയിന്റ് പറഞ്ഞപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് പറയാൻ, ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്റെ അധ്യാപകൻ എപ്പോഴും, കൗൺസിലിംഗ് പഠിപ്പിക്കുന്ന അധ്യാപകൻ എപ്പോഴും പറയും, എന്നെപ്പറ്റി ഞാൻ മറ്റുള്ളവരോട് പറഞ്ഞില്ലെങ്കിൽ എന്നെപ്പറ്റി പറയാൻ വേറെ ആരുണ്ട്? അപ്പം എന്റെ കോൺഫിഡൻസ് ഞാൻ മറ്റുള്ളവർക്ക് മുമ്പിൽ കാണിച്ചു കൊടുത്തില്ലെങ്കിൽ എന്റെ കോൺഫിഡൻസ് കാണിച്ചു കൊടുക്കാൻ എനിക്ക് ആരും ഉണ്ടാവില്ല. അപ്പൊ എന്നെ പറ്റി ഞാൻ തന്നെ പറയണം. എന്നെ പറ്റി ഞാനൊന്ന് പറഞ്ഞു കൊടുത്താലേ മറ്റുള്ളവർക്ക് അതറിയാൻ സാധിക്കുള്ളൂ. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ജീവിത വിജയത്തിനുള്ള ഒന്നാമത്തെ പോയിന്റ് മറന്നു പോവോ? ഇനി നിങ്ങൾ മറക്കുമോ? നമുക്കിത് വേണം കേട്ടോ. നമ്മളെല്ലാം ട്രെയിനേഴ്സ് ആണ്, കൗൺസിലേഴ്സ് ആണ്, അതുപോലെ തന്നെ പബ്ലിക് സ്പീക്കേഴ്സ് ആണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനി രണ്ടാമത്തെ പോയിന്റ് അതിലും മനോഹരമായ ഒരു കാര്യമാണ്. രണ്ടാമത്തെ പോയിന്റ് വളരെ മനോഹരമാണ്. നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു, ചോറുണ്ടാക്കുന്നു, കറി ഉണ്ടാക്കുന്നു, ഹസ്ബൻഡിന് കൊടുക്കുന്നു, മക്കൾക്ക് കൊടുക്കുന്നു, എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും വേണ്ടി ചെയ്യുന്നു. ഇനി മോന് പനിയാണെങ്കിൽ പെട്ടെന്ന് ഒരിത്തിരി മരുന്നെടുത്ത് കൊടുക്കുന്നു. അതുപോലെ തന്നെ അവനെ ടേക്ക് കെയർ ചെയ്യുന്നു, അല്ലെങ്കിൽ അവളെ ടേക്ക് കെയർ ചെയ്യുന്നു. അമ്മയ്ക്ക് അസുഖമാണെങ്കിൽ അമ്മയെ നോക്കുന്നു. ഒക്കെ ചെയ്യുന്ന ഓരോരുത്തരാണ് നമ്മൾ ഓരോരുത്തരും.
പക്ഷെ മറ്റുള്ളവരെ നോക്കാൻ നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? മറ്റുള്ളവരെ നോക്കാൻ ഒരാളായി എങ്കിലും നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കണം എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നോ, മറ്റുള്ളവരെ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നോ അതേപോലെ നമ്മൾ നമ്മളെ ട്രീറ്റ് ചെയ്യണം. നമ്മളെ നമ്മൾ ട്രീറ്റ് ചെയ്താൽ മാത്രമേ മറ്റുള്ളവർക്ക് വേണ്ടി സഹായം ചെയ്യാൻ നമ്മൾ ഈ ഭൂമിയിൽ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? രണ്ടാമത്തെ പോയിന്റ് ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചേക്കണേ. നമ്മൾ മറ്റൊരാളെ സെർവ് ചെയ്യുന്നത് പോലെ, നമ്മുടെ സുഹൃത്തിനെ സെർവ് ചെയ്യുന്ന പോലെ, നമ്മുടെ വീട്ടിലുള്ളവരെ സെർവ് ചെയ്യുന്ന പോലെ നമ്മളെ കൂടി നമ്മളൊന്ന് സെർവ് ചെയ്യണം. നമ്മൾ സെർവ് ചെയ്താൽ മാത്രമേ മറ്റുള്ളവർക്ക് ഒരുപാട് പേർക്ക് പ്രചോദനമാകാൻ, മറ്റുള്ളവർക്ക് ഒരുപാട് പേർക്ക് സന്തോഷമാകാൻ ഈ ഭൂമിയിൽ നമ്മൾ ഉണ്ടാകുള്ളൂ. അപ്പം നമ്മളൊന്ന് നമ്മളെ നന്നായിട്ട് ട്രീറ്റ് ചെയ്തേക്കണം. ഇനി മൂന്നാമത്തെ പോയിന്റ് അതിലും വളരെ മനോഹരമാണ്. നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്, നമുക്കെല്ലാം ഇഷ്ടമുള്ള ഒരു കാര്യമാണ്, നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പൊ അതും സയന്റിഫിക്കലി പ്രൂവ്ഡ് ആയ കാര്യമാണ്. നിങ്ങളെ വളരാൻ സഹായിക്കുന്ന സുഹൃത്തുക്കളെ കൂടെ നിർത്തുക. ഫേസ്ബുക്കിൽ എനിക്ക് ഒരു 1000കണക്കിന് സുഹൃത്തുക്കളുണ്ടെന്ന് നമ്മൾ ഓരോരുത്തരും പറയും. അല്ലെങ്കിൽ എനിക്ക് ഇൻസ്റ്റയിൽ എനിക്ക് 1000കണക്കിന് ലക്ഷക്കണക്കിന് സുഹൃത്തുക്കളുണ്ടെന്ന് പറയും. അല്ലെങ്കിൽ വാട്സപ്പിൽ എനിക്ക് എൻ്റെ ഒരു സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ വേണ്ടിയിട്ട് 1000-ലേറെ ആളുകളുണ്ടെന്ന് നമ്മൾ പറയും. ഈ 1000-ലേറെയുള്ള ആളുകളും നമ്മളെ സഹായിക്കുന്ന, എൻ്റെ വളർച്ചയെ ആഗ്രഹിക്കുന്നവരാണോ എന്നുള്ള കാര്യം നിങ്ങൾ ഒന്ന് ചിന്തിക്കണം കേട്ടോ. എന്റെ വളർച്ചയെ ആഗ്രഹിക്കുന്ന, നിങ്ങളുടെ ഓരോരുത്തരുടെയും വളർച്ചയെ ആഗ്രഹിക്കുന്ന, നമ്മുടെ വളർച്ചയെ ആഗ്രഹിക്കുന്ന 1000കണക്കിന് ആളുകളെ നമുക്ക് ചേർത്ത് വെക്കേണ്ട. നമ്മുടെ വളർച്ചയെ ആഗ്രഹിക്കുന്ന, നമ്മളെ സഹായിക്കുന്ന, നമ്മുടെ പോസിറ്റീവും നെഗറ്റീവും തരംതിരിച്ച് വ്യക്തമായി പറഞ്ഞു തരുന്ന ഒരൊറ്റ സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവരെ ഒന്ന് നിങ്ങൾ ഇപ്പൊ മനസ്സിലോർത്തോ, അവരെ നിങ്ങൾ ചേർത്ത് പിടിച്ചോട്ടോ. അതാണ് മൂന്നാമത്തെ പോയിന്റ്. അപ്പം 1, 2, 3 നല്ല പോയിന്റ്സ് അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇതിങ്ങനെ ഇദ്ദേഹം വ്യക്തമായി ഇത് സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ട്, അതുപോലെ തന്നെ ഇത് സയന്റിഫിക്കലി പ്രൂവ് ചെയ്ത് ഒരുപാട് പേരുടെ ജീവിതത്തിൽ ഫോളോ ചെയ്ത കാര്യമാകുമ്പോൾ കേൾക്കാൻ ഭയങ്കര രസമാണ്. ഇപ്പൊ തന്നെ നിങ്ങളുടെ എല്ലാ മനസ്സിലേക്ക് നിങ്ങൾക്കുള്ള, നിങ്ങളെ ചേർത്ത് പിടിക്കുന്ന ആ ഒരു സുഹൃത്തിനെ നിങ്ങൾ ഓർത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് തംസപ്പ് ചെയ്തിട്ട് ഞാൻ അടുത്ത പോയിന്റിലേക്ക് പൊക്കോളാം. നിങ്ങൾ എല്ലാവരും എനിക്കൊന്ന് തംസപ്പ് ചെയ്തേരെ കേട്ടോ. എനിക്ക് കമന്റ് ചെയ്താൽ എനിക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നില്ല. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത്, നിങ്ങളുടെ വളർച്ചയെ സഹായിക്കുന്ന സുഹൃത്ത്, നിങ്ങളെ സ്നേഹിക്കുന്ന സുഹൃത്ത്, നിന്നെ ഇഷ്ടപ്പെടുന്ന സുഹൃത്ത്, എന്നെ ഇഷ്ടപ്പെടുന്ന ഒരു സുഹൃത്ത് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു മൂന്നാമത്തെ പോയിന്റ് ഡെഡിക്കേറ്റ് ചെയ്തിട്ട് നമുക്ക് നാലാമത്തെ പോയിന്റിലേക്ക് പെട്ടെന്ന് പോകാം. ഇനി ഒന്ന് നോക്കിക്കോണേ. അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത് അത് അതിലും വളരെ രസകരമായ ഒരു കാര്യമാണ്. അയ്യോ അവൻ എന്ത് ചെയ്തു, അവൻ ചെയ്ത കാര്യം, അവൻ ചെയ്ത പോലെ എനിക്ക് ചെയ്യണം, അവൻ ചെയ്ത പോലെ എനിക്ക് ചെയ്യണം. ഇന്നലത്തെ അവനേക്കാൾ നല്ല ഇന്നത്തെ ഞാനാവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്നലത്തെ അവനെ നമുക്കറിയായിരുന്നു. അവൻ ചെയ്തത് എന്താണെന്ന് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അവൻ എന്താണ്, അവന്റെ പ്രത്യേകതകൾ എന്താണ്, അവന്റെ ഉള്ളിൽ എന്താണ് എന്ന് നമുക്കറിയില്ല. പക്ഷെ നമുക്ക് ശരിക്കും അറിയാവുന്ന ഒരാളുണ്ട്, അത് നമ്മളാ. ഇന്നലത്തെ എന്നിൽ നിന്നും ഇന്നത്തെ എന്നിലേക്കുള്ള മാറ്റത്തെ പറ്റി നമ്മൾ ചിന്തിക്കുക. മറ്റുള്ളവരെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യാതെ ഇന്നലെ ഞാൻ ചെയ്ത കാര്യങ്ങൾ പറ്റുമെങ്കിൽ കൃത്യമായി നമ്മൾ ഒരു ബുക്കിൽ എഴുതി വെക്കുക. വൈകുന്നേരം കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഇന്നത്തെ എൻ്റെ ഇന്ന കാര്യങ്ങൾ, ഞാൻ നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്, ഞാൻ ചീത്ത ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്, 10 ചീത്ത ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ചീത്തയിൽ ഒന്ന് വട്ടം ഇട്ടിട്ട് നാളെ ആ ചീത്ത റിപ്പീറ്റ് ചെയ്യാതെ, നാളെ ആ കാര്യം റിപ്പീറ്റ് ചെയ്യാതെ ഇന്നലത്തെ എന്നിൽ നിന്ന് ഇന്നത്തെ എന്നിലേക്കാക്കി നമ്മളെ ഓരോരുത്തരെയും മാറ്റാൻ ശ്രമിച്ചാൽ ബെസ്റ്റ് എന്നെ അല്ലെങ്കിൽ ബെസ്റ്റ് നിങ്ങളെ നമുക്ക് കാഴ്ചവെക്കാൻ സാധിക്കും. ദയവ് ചെയ്ത് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, മറ്റുള്ളവരെ വെച്ച് നാം നമ്മളെ കമ്പയർ ചെയ്യരുത്. എന്നെ വെച്ച് കമ്പയർ ചെയ്യണ ഇന്നലത്തേതിൽ നിന്ന് എനിക്ക് ഇന്ന് എന്താണ് മാറ്റം. വർഷങ്ങൾക്ക് മുമ്പുള്ള ഷെമിനായിൽ നിന്നും ഇപ്പോൾ നിൽക്കുന്ന ഷെമിനായ്ക്കുള്ള മാറ്റങ്ങളെ പറ്റി ഞാൻ കമ്പയർ ചെയ്യാറുണ്ട്. റോഡ് ക്രോസ് ചെയ്ത് നടന്നു പോകാൻ കഴിവില്ലാത്ത 19 വയസ്സിൽ കല്യാണം കഴിപ്പിച്ച് ഒരാളുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത എന്നിൽ നിന്ന് ഇന്നിലേക്ക് എന്റെ മാറ്റത്തെ പറ്റി രാവിലെ ഞാൻ എന്നും കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. എന്റെ സ്വഭാവത്തിലുള്ള മോശം കാര്യങ്ങൾ എനിക്കറിയാം, അത് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ എന്നും രാവിലെ മനസ്സിൽ അത് ഓർക്കാറുമുണ്ട്. ഇന്നെങ്കിലും എനിക്കതൊന്ന് മാറ്റണം, ഒരാളോടെങ്കിലും അങ്ങനെ മാറ്റണം. എനിക്ക് പുറത്തുള്ള ആരോടും എനിക്ക് പെട്ടെന്ന് അങ്ങനെ ദേഷ്യമൊന്നും വരാറില്ല, ഞാൻ ചിരിച്ചുകൊണ്ട് മാത്രമേ സംസാരിക്കാറുള്ളൂ. എന്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. അപ്പൊ ആ സ്വഭാവം ഒന്ന് മാറ്റണം എന്ന് ഞാൻ എപ്പോഴും
എപ്പോഴും ചിന്തിക്കാറുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാരോട് മാത്രമാണ് ഞാൻ വഴക്കുണ്ടാക്കാറുള്ളൂ. അത് ഒന്ന് എൻ്റെ അമ്മച്ചി, പിന്നെ എൻ്റെ പ്രിയപ്പെട്ട ആളുകൾ. അപ്പൊ അവരുടെ അടുത്ത് ദേഷ്യപ്പെടുന്ന സാഹചര്യത്തിൽ അവർ എന്നോട് പറയും, "ഓ, നീ എല്ലാവരുടെ അടുത്തും ഭയങ്കര നന്നായിട്ട് ഇടപെടുന്നു കേട്ടോ, പക്ഷെ നിനക്ക് ഞങ്ങളുടെ അടുത്ത് വരുമ്പോഴത്തേക്ക് അങ്ങനെയല്ലല്ലോ. അവരെന്തെങ്കിലും ചെയ്താൽ, എന്നെ ഹേർട്ട് ചെയ്യുന്ന ചെയ്താൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പൊ അത് മാറ്റണം എന്നാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രാക്ടീസ് ആണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ, നമ്മൾ ഈ 12 റൂൾസും പഠിക്കുമ്പോൾ നമ്മളിൽ അപ്ലൈ ചെയ്തിട്ട് വേണം നമ്മൾ മറ്റുള്ളവരുടെ അടുത്തേക്ക് കൊണ്ടുപോകാൻ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഈ റൂൾസ് പഠിക്കുന്നവരൊന്ന് ശ്രദ്ധിച്ചേക്കണം. ആദ്യം മുതൽ ഈ 12 റൂൾസും നിങ്ങൾ 12 മാസം കൊണ്ടെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊന്ന് പ്രാവർത്തികമാക്കിയിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അഞ്ചാമത്തത് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മക്കളെയൊക്കെ വളർത്തുന്ന പോയിന്റ്സ് ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്ക്. ആവശ്യമുള്ളവരൊക്കെ പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്ക്. ഞാനത് സ്ക്രീനിൽ ഇട്ടിട്ടുണ്ട്. അപ്പം അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ മക്കളെ വളർത്തും, ശരിയല്ലേ? എങ്ങനെയാണ് നമ്മൾ മക്കളെ വളർത്തുന്ന? ആരെങ്കിലും എനിക്കൊന്ന് ഷെയർ ചെയ്യാവോ? ആരെങ്കിലും ഒരാളൊന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് എന്നോടൊന്ന് പറയാവോ, ഇന്ന് നമ്മൾ മക്കളെ എങ്ങനെയാ വളർത്തുന്നേ? ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ എന്നോട്? നിങ്ങൾ അവിടെ മിണ്ടാതിരിക്കുമ്പോൾ ഞാൻ വിചാരിക്കും നിങ്ങൾ പോയോ, നിങ്ങൾ ഇല്ലേ അവിടെ, നിങ്ങളുടെ ഒരു റെസ്പോൺസും എനിക്ക് കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട്. അപ്പൊ ആരെങ്കിലും ഇന്ന് എങ്ങനെയാ മക്കളെ നമ്മൾ വളർത്തുന്നതെന്നൊന്ന് പറ. മിക്ക ആളുകളും പ്രയാസങ്ങളെ അറിയിക്കാതെ. അവർക്ക് വേണ്ടിയിട്ട് പ്രയാസങ്ങളെ അറിയിക്കുന്നില്ല, ഇല്ലേ? നോ പറയേണ്ടടുത്ത് നമ്മൾ വേറെ ആരുടെ അടുത്ത് നോ പറഞ്ഞാലും മക്കളുടെ അടുത്ത് നോ പറയാൻ നമുക്ക് ഭയങ്കര പാടാ. നമ്മൾ വേറെ ആൾക്കാരുടെ അടുത്ത് പറയും നോ, പക്ഷെ നമുക്ക് മക്കളുടെ അടുത്ത് നോ പറയാൻ പാടാ. ഇന്ന് ഓരോരുത്തർ പറയുന്നുണ്ട്, എൻ്റെ 22 എനിക്ക് നന്നായിട്ട് അറിയാവുന്ന എൻ്റെ അമ്മച്ചിയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു വില്ലേജ് ഓഫീസർ പറയും, അയ്യോ എൻ്റെ അമ്മച്ചിയുടെ പേര് ആമിന എന്നാണ്. അപ്പൊ അമ്മച്ചിയോട് അവര് പറയും എന്ന് പറഞ്ഞു, ആമിനാമ്മ എനിക്ക് ഭയങ്കര ടെൻഷനാ, അവനിപ്പം ബൈക്ക് മേടിച്ചു തരാനാ പറയുന്നേ, അത് 3 ലക്ഷത്തിന്റെ ബൈക്ക് അവൻ മേടിച്ചു തരാൻ പറയുന്നേ. അപ്പം അവനോട് നോ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്താ പ്രശ്നം ഉണ്ടാക്കും എന്നൊന്നും നമുക്കറിയില്ല. അവൻ പുറത്തു പോയാൽ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ടാണോ വരുന്നത്? വീട്ടിൽ നിന്ന് എന്തായാലും അവൻ ഫുഡ് കഴിക്കുന്നില്ല, ഇനി ബൈക്ക് മേടിച്ചു കൊടുത്താലേ അവൻ ഫുഡ് കഴിക്കുകയുള്ളൂ എന്ന് അമ്മച്ചിയോട് ഈ മാഡം പറയും. അപ്പൊ അമ്മച്ചി എന്നിട്ട് അത് വന്ന് എന്നോട് ഷെയർ ചെയ്യും, ഇങ്ങനെ പുള്ളിക്കാരി എന്നോട് ഇങ്ങനെ പറഞ്ഞു കേട്ടോ എന്ന്. അപ്പൊ ഞാനും അമ്മച്ചിയും കൂടെ ഡിസ്കസ് ചെയ്യും. കാരണം എൻ്റെ മക്കളെ വളർത്തിയത് ഞാനും എൻ്റെ അമ്മച്ചിയും കൂടെ കൂടിയിട്ടാണ്. എൻ്റെ ഹസ്ബൻഡ് വെളിയിലാണ്, അപ്പൊ എൻ്റെ കൂടെ എൻ്റെ അമ്മച്ചിയുണ്ട്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ കൂടിയിട്ടാണ് ഞങ്ങളുടെ മക്കളെ വളർത്തിക്കൊണ്ടിരുന്നത്. ഞാൻ ജോലിക്ക് പോകുന്നു, അതുപോലെ തന്നെ എൻ്റെ പഠനം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പൊ എല്ലാം കൂടെ കൂടിയിട്ട് എനിക്ക് ഫുൾ ഫോക്കസിങ് മക്കളിലേക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല. എന്നാലും ഇപ്പൊ ഞാൻ ശരിക്കും നന്നായി ശ്രദ്ധിക്കുന്നുണ്ട്, കിട്ടുന്ന സമയം ഒത്തിരി അവരിലേക്ക് വേണ്ടി ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ ചെറുപ്പം മുതലേ ഞങ്ങൾ രണ്ടുപേരും ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്, ഞാൻ ഒരുപാട് അവരെ സ്നേഹിക്കുന്നുണ്ട്. ഞാനത് പറയും, ഞാനത് ഉറപ്പായിട്ടും പറയും. ഞാൻ എൻ്റെ മക്കളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. എനിക്ക് ഈ ലോകത്തിൽ എൻ്റെ ഏറ്റവും വലിയ ഒരു സ്വത്തെന്ന് തന്നെ, അതെല്ലാവർക്കും അങ്ങനെയാ, നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെയാ, നമ്മുടെ സ്വത്തെന്ന് പറയുന്ന മക്കളാ. പക്ഷെ നമ്മൾ അവർക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. എൻ്റെ കയ്യിൽ ഇന്നതില്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞു കൊടുക്കണം. എൻ്റെ കയ്യിൽ എനിക്ക് ഈ മാസം ഇത്രേ ശമ്പളം കിട്ടിയിട്ടുള്ളൂ മോനെ, നീ ഈ കാര്യം എന്നോട് ചോദിക്കരുത്, ഈ മാസം ഇത്രയേ ഉള്ളൂ, അല്ലെങ്കിൽ ഇത്രയേ ഉള്ളൂ നമ്മുടെ കയ്യിൽ, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഈ ബഡ്ജറ്റ് ഇതാണ് എന്ന് പറഞ്ഞ് നമ്മൾ ശാസിക്കേണ്ടടുത്ത് ശാസിച്ചും ശിക്ഷിക്കേണ്ടടുത്ത് ശിക്ഷിച്ചും വേണം നമ്മളെ വളർത്താൻ മക്കളെ. പക്ഷെ ഇതൊന്നും ചെയ്യാതെ കൊച്ചിലേ മുതൽ നമ്മളിങ്ങനെ കൊണ്ടുവന്ന് 20 വയസ്സ് 21 വയസ്സായി കഴിയുമ്പോൾ നോ പറയുമ്പോഴാണ് ഇവന്മാര് മക്കളെ എന്താവുന്നത്? ശത്രുക്കളായി മാറുന്നത്. ഇവന്മാര്, അതായത് മക്കളും പാരന്റ്സും തമ്മിൽ ശത്രുക്കളായി മാറുന്നത്. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? ശീലങ്ങൾ പഠിപ്പിച്ച് നമ്മുടെ മക്കളെ വളർത്തുക. ആ ശീലങ്ങൾ തന്നെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ചെയ്യാൻ നോക്കുക. അതായത് ഞാൻ ഉണ്ണാതെ, ഞാൻ ഉടുക്കാതെ ഞാൻ എൻ്റെ മക്കളെ വളർത്തേണ്ട കാര്യമില്ല. ഞാൻ ഇന്ന് ഉണ്ടിട്ടില്ലെങ്കിൽ ആ വിവരം എൻ്റെ മക്കളെ ഞാൻ അറിയിച്ചു കൊടുക്കണം. ഞാൻ ഇന്ന് ഉണ്ടിട്ടില്ല, അങ്ങനെയാണ് ഞാൻ ഈ കാര്യം ചെയ്തു തരുന്നത്. അപ്പൊ ഈ ബുദ്ധിമുട്ട് അറിയിക്കാതെ വളർത്തുന്നത് കൊണ്ട് മാത്രമാണ് ഇന്ന് ഈ പ്രോബ്ലംസ് മുഴുവൻ ഉണ്ടാവുന്നത് എന്നുള്ളതിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? ഉണ്ടോ? ഇല്ല. ഇന്ന് ചെയ്യുന്ന കാര്യം എല്ലാവരും കതിരിൽ കൊണ്ടേ വളം വെക്കുക. പേടിയാ, ഇപ്പൊ മക്കളോട് സംസാരിക്കാൻ പേടിയാ. അതിനൊരു പരിധി വരെ പേരൻസ് ആയിരിക്കില്ലേ കാരണക്കാര്? പേരൻസ് ആയിരിക്കും. ഞാൻ എപ്പോഴും അഭിമാനത്തോടു കൂടി ഞാൻ പറയും, കൊച്ചിലേ മുതൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഞാൻ അവർക്ക് ചെയ്തു കൊടുത്തിട്ടുമില്ല, ഇപ്പോഴും ഞാൻ ചെയ്തു കൊടുക്കാറില്ല. അതുകൊണ്ട് ഞാൻ പുറത്തിറങ്ങുമ്പോൾ എനിക്ക് വലിയ ടെൻഷനില്ല. കാരണം വാശി പിടിച്ച് കരയാറില്ല, ഞാൻ മേടിച്ചു കൊടുക്കാറില്ല. ആവശ്യമുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പം അതാണ് അദ്ദേഹം 5ാമതായിട്ട് നമ്മളോട് പറയുന്ന കാര്യം. എത്ര മനോഹരമായ കാര്യങ്ങളാണ് ഇത് നമുക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഷെയർ ചെയ്തു തരുന്നത്. 6ാമത്തെ കാര്യം,
എന്താണ്, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമുണ്ട്. അയ്യോ, നമ്മുടെ വീട്ടിൽ നിന്ന് പൊരിഞ്ഞ അടി, അയലോക്കത്തെ ഒരു അടി നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പരിഹരിക്കാൻ പോണം. എന്ത് രസമാ! ഇപ്പൊ ഞാനും എന്റെ ഹസ്ബൻഡും കൂടെ പൊരിഞ്ഞ അടി, അയലോക്കത്തൊന്ന് ഒച്ച കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേ ചെവിയും പൊത്തി ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി നിൽക്കും. ചെവിയും പൊത്തി നമ്മൾ രണ്ടുപേരും കൂടെ പോയി നിൽക്കും. അല്ലെങ്കിൽ ഞാനും എന്റെ അമ്മച്ചിയും കൂടെ ഓടിപ്പോയി നിർത്ത് അയലോക്കത്ത് എന്നാ കേൾക്കണത് എന്ന് നമ്മൾ ചോദിക്കും. അപ്പൊ നമ്മൾ മാറ്റേണ്ട ഒരു ശീലം പ്രധാനമായിട്ട് ലോകത്തെ കുറ്റപ്പെടുത്തുന്നത് അങ്ങ് നിർത്ത്. അദ്ദേഹം പറയുന്നതാണ് കേട്ടോ, ഞാൻ പറഞ്ഞതല്ല. ലോകത്തെ കുറ്റപ്പെടുത്തുന്നത് നിർത്തൂ. അതിനു മുമ്പ് സ്വയം നമ്മൾ ശരിയാകൂ. എനിക്കറിയില്ല കേട്ടോ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പാർട്ടിക്കാരെയും നമ്മൾ കുറ്റം പറയുന്നില്ല. എന്നാലും പറയും ചൈനയിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ഇവര് കിടന്ന് പ്രസംഗിക്കും. ഇന്ത്യയിൽ എങ്ങനെയാണ്? അതാണ് ആറാമതായിട്ട് അദ്ദേഹം നമുക്ക് ഷെയർ ചെയ്തിരുന്ന കാര്യം. അപ്പം ഇച്ചിരി സ്പീഡിൽ നമുക്ക് പോകാം. ഇനി ഏഴാമതായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഒന്ന് ശ്രദ്ധിച്ചേക്കണം. ഏഴാമത്തെ കാര്യം വളരെ മനോഹരമാണ്. നമ്മൾ എന്ത് ചെയ്യണം? ഷോർട്ട് ടൈം പ്ലഷർ അങ്ങ് ഒഴിവാക്കിയിട്ട് ലോങ് ടൈം ആയിട്ടുള്ള സക്സസിന് വേണ്ടിയിട്ട് നിങ്ങൾ ലക്ഷ്യമിടുക. ഇന്ന് രാവിലെ നമ്മൾ ജസ്റ്റ് ഒരു ടൂർ പോയി, ആ ടൂർ പോയി തിരിച്ചു വന്നാൽ നമുക്ക് ആ സന്തോഷം ഇന്നുകൊണ്ട് തീർന്നു. പിന്നെ കുറേ ദിവസത്തേക്ക് നമുക്ക് ഓർമ്മ കിട്ടും. ഇന്നത്തെ ആളുകളുടെ എല്ലാം, ഇന്നത്തെ എല്ലാം കേട്ടോ, നമ്മൾ കുറച്ചുകൂടെ ജനറേഷൻ ഗ്യാപ്പ് ഉള്ള പഴയ ആൾക്കാരാണ്. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല. പിള്ളേരൊക്കെ എങ്ങനെയാ അതായത് ഇന്ന് പെട്ടെന്ന് അവർക്ക് സന്തോഷം കിട്ടണം. അവർക്ക് പെട്ടെന്ന് സന്തോഷം കിട്ടണം. ആ സന്തോഷം അവിടെ അവസാനിച്ചും പോകും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? കഷ്ടപ്പെട്ട് നമ്മൾ ഒരു കാര്യം നേടിയെടുത്താൽ അത് നമുക്ക് ലോങ് ടൈമിലെ ഒരു ഏറ്റവും വലിയ മൂല്യമുള്ള സാധനമാണ്, അല്ലെങ്കിൽ മൂല്യമുള്ള ഒരു വസ്തുവാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? മാക്സിമം നമ്മൾ ഈ ഷോർട്ട് ടൈമിൽ കിട്ടുന്ന സന്തോഷത്തിന് പകരം നിങ്ങൾ ഓരോരുത്തരും ഒന്ന് ആലോചിച്ച് വെക്കണം. ഇപ്പൊ തന്നെ നിങ്ങൾ ഒന്ന് എഴുതിയും വെക്കണം കേട്ടോ. ഈ സെഷൻ കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ലോങ് ടൈമിലേക്ക് നിങ്ങൾക്ക് ഒരു ഹാപ്പിനെസ് ഉണ്ട്. ജീവിത അവസാനം വരെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഇന്ന് മുതൽ ഒന്ന് പ്രിപ്പയർ ചെയ്യണം. ഏറ്റവും നല്ലൊരു ട്രെയിനർ ആവണം എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹം. കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ട്രെയിനർ ആവണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് എഫേർട്ട് എടുക്കുന്നുണ്ട്, ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഫൈനലി ഞാൻ അതായി തീരുമെന്നാണ് എൻ്റെ വിശ്വാസം. അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, ഞാൻ കൗൺസിലിംഗ് പഠിച്ചുകൊണ്ട് മറ്റുള്ളവരെ കേൾക്കാൻ എനിക്ക് ഇഷ്ടമാണ്, നല്ലൊരു കൗൺസിലർ ആവാനും. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് എൻ്റെ ഒരു ലോങ് ടൈം ഹാപ്പിനെസ് എന്ന് പറയുന്നത്. പ്രണയം ഇപ്പൊ അവസാനിക്കും, റൊമാൻസ് ഒരിക്കലും അവസാനിക്കില്ല എന്ന് ഈ അടുത്തിടെ എൻ്റെ ഒരു അധ്യാപകൻ ക്ലാസ് എടുത്ത സമയത്ത് പറഞ്ഞു. അപ്പൊ എനിക്ക് ട്രെയിനിങ്ങിനോടും കൗൺസിലിങ്ങിനോടും ഒക്കെ ഭയങ്കര റൊമാൻസ് ആണ്. റൊമാൻസ് എനിക്ക് ഒരിക്കലും അവസാനിക്കുന്നതല്ല. ഇതാണ് എൻ്റെ ലോങ് ടൈം ആഗ്രഹം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞു തന്നാണ് കേട്ടോ ഞാൻ. നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ നിങ്ങളുടെ എല്ലാം ലോങ് ടൈം ആഗ്രഹം എന്താണ്, നിങ്ങളുടെ എല്ലാം ലോങ് ടൈം ആഗ്രഹം എന്താണെന്ന് പെട്ടെന്നൊന്ന് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്ക്. ഈ ലോങ് ടൈം ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ഒരു ദിവസം ഒരു കാര്യം ചെയ്ത് 30 ദിവസം 30 കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ ആ ആഗ്രഹത്തിലേക്കുള്ള പൂർത്തീകരണത്തിന്റെ 30 പോയിന്റ് നിങ്ങൾ ചെയ്തു കഴിഞ്ഞു. 2 മാസം ആകുമ്പോൾ 60 പോയിന്റ്, 12 മാസം ആകുമ്പോഴത്തേക്ക് അത്രയും പോയിന്റ്സ് നിങ്ങളിലേക്ക് എത്തി. ഷോർട്ട് ടൈം ആഗ്രഹങ്ങൾ നമ്മൾക്ക് വലിയൊരു സന്തോഷമൊന്നും തരില്ല, പക്ഷെ ലോങ് ടൈം ആഗ്രഹം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര ഹാപ്പിനെസ് തരും. ഓക്കെ, അപ്പം ഗോട്ട് ഇറ്റ്, പിടികിട്ടിയോ നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞ കാര്യം കിട്ടിയല്ലോ അല്ലേ? അടുത്തത് ഇനി നിസ്സാര കാര്യം കേട്ടോ. അടുത്ത 8ാമത്തെ പോയിന്റ് ഇപ്പൊ തന്നെ ഞാനതങ്ങ് പറഞ്ഞേക്കാം. ഒന്നുമില്ല, കള്ളം നമ്മൾ പറയാതിരിക്കുക. ഒരു കള്ളം പറഞ്ഞ എത്ര സത്യം പറഞ്ഞാലാ നമുക്ക് അവിടെ നിന്ന് കയറിപ്പോവാൻ പറ്റുന്നേ? ഒന്നും നമുക്ക് പറയാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ മിണ്ടാതിരിക്കുക. നമ്മൾ മാക്സിമം ഇഷ്ടപ്പെടുന്ന ആളുകളുടെ അടുത്ത് കള്ളം പറയണം. മറ്റൊരാൾ പറഞ്ഞ് അവർ അറിഞ്ഞു കഴിയുമ്പോൾ അവർക്ക് അത് വലിയ പാടാവും. ഞാൻ മാക്സിമം അത് ട്രൈ ചെയ്യാറുള്ള ആളാട്ടോ. എന്നെ പറ്റിയുള്ള കാര്യങ്ങൾ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാരോട് ഞാൻ എൻ്റെ സത്യങ്ങൾ മാത്രമേ തുറന്നു പറയാറുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയാറില്ല. പിന്നെ മറ്റൊരാൾ പറഞ്ഞത് അറിയരുത് എന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട്. അപ്പൊ നമ്മൾ പറ്റില്ലെങ്കിൽ നമ്മൾ മിണ്ടാതിരിക്കുക, ഇല്ലെങ്കിൽ നമ്മൾ കളവും പറയാതിരിക്കുക എന്നാണ് നമുക്ക് നമ്മുടെ പ്രശസ്ത മനഃശാസ്ത്രജ്ഞൻ, പേരോർക്കുന്നുണ്ടോ നിങ്ങൾ ആരെങ്കിലും? ഈ പുസ്തകത്തിലെ 12 പോയിന്റ് നമുക്ക് ഷെയർ ചെയ്ത ആളുടെ പേര് ഓർക്കുന്നുണ്ടോ? ജോർഡൻ പീറ്റേഴ്സൺ. ജോർഡൻ ബി പീറ്റേഴ്സൺ. സൂസൻ മാം ആണ് പറഞ്ഞത്. അപ്പം താങ്ക് യു സോ മച്ച്. അപ്പം മാം അത് ശ്രദ്ധിച്ചിരുന്നു. എല്ലാവർക്കും താങ്ക്സ് സോ മച്ച്. അപ്പം നമുക്ക് കള്ളം പറയാതിരിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു. അടുത്തത് ഭയങ്കര നല്ലൊരു പോയിന്റ് ആട്ടോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളെല്ലാവരും എന്നേക്കാൾ ഒരുപാട് അറിവുള്ള ആളുകളാണ്. ഞാൻ കാണുന്ന ഒരുപാട് ആളുകൾ എന്നേക്കാൾ ഒരുപാട് അറിവുള്ള ആളുകളാണ്. ഞാൻ കൃത്യമായിട്ട് അവർ പറയുന്ന പോയിന്റ്സ് ഒക്കെ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചു വെക്കാറുണ്ട്. ഏതെങ്കിലും എൻ്റെ ഒരു ട്രെയിനിങ്ങിൽ എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ
ഉറപ്പായിട്ട് ഞാനത് അപ്ലൈ ചെയ്തിരിക്കും. എന്റെ അധ്യാപകർ പറയുന്ന ഓരോ പോയിന്റ്സ് അത് ചിലപ്പം അധ്യാപകരുടെ ജീവചരിത്രമാണ് പറയുന്നതെങ്കിൽ പോലും ഞാൻ ഈ കൗൺസിലിങ്ങിന്റെ ക്ലാസ്സിൽ ഓഫ്ലൈനാണ് ഞാൻ പോകാറ്, ഓൺലൈൻ ക്ലാസ് അല്ല. ഞാൻ സൈക്കോളജി ഒക്കെ ഓൺലൈനിലാണ് ചെയ്തത്, പക്ഷെ ഓഫ്ലൈനാണ് ഞാൻ കൗൺസിലിംഗ് പഠിക്കുന്നത്. MG യൂണിവേഴ്സിറ്റിയിൽ കൗൺസിലിങ്ങിന് പോകുമ്പോൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന അധ്യാപകരെല്ലാം ഒരുപാട് ജീവിതാനുഭവങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ ഞാൻ ഒരു ബുക്കിൽ എഴുതി വെക്കും. ബിക്കോസ് എനിക്കത് അറിവാണ്. നിങ്ങൾ ഓരോരുത്തരും എന്നോട് പറയുന്നത് എന്റെ നന്മയ്ക്കാണെങ്കിലും അതുപോലെ തന്നെ ഞാനത് മാറ്റേണ്ട കാര്യമാണെങ്കിലും ഞാനത് നോട്ട് ചെയ്ത് വെച്ചിരിക്കും. അതെനിക്ക് മാറ്റേണ്ടതാണെങ്കിൽ ഞാൻ മാറ്റും. അപ്പം 9ാമത് അദ്ദേഹം പറയുന്ന പോയിന്റ്, മറ്റുള്ളവരെ നമ്മൾ ശ്രദ്ധയോടെ കേൾക്കുക. എന്റെ മുമ്പിൽ ഇരിക്കുന്ന ആളുകൾ എന്നേക്കാൾ വലുതാണ്, ഒരിക്കലും എന്നേക്കാൾ ചെറുതാണ് എന്ന് ഞാൻ ചിന്തിക്കരുത്. അങ്ങനെ ഞാൻ ചിന്തിച്ചാൽ ഞാനായിരിക്കും ഈ ഭൂഗോളത്തിലെ ഏറ്റവും ചെറിയവൻ. എന്നേക്കാൾ വലുതാണ് മറ്റുള്ളവർ എന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ ഞാൻ അവരെക്കാൾ വലുതാകും. എന്നേക്കാൾ ചെറുതാണല്ലോ എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഓരോരുത്തരും. ഞാൻ ഒരുപാട് പുസ്തകം വായിക്കുന്ന ആളാണ് കേട്ടോ. അപ്പൊ ഞാൻ ഈ അടുത്തിടെ വായിച്ചുകൊണ്ടിരിക്കുന്ന തിങ്ക് ലൈക്ക് എ മോങ്ക് എന്ന് പറയുന്ന ഒരു പുസ്തകത്തില് നമ്മുടെ ജയ് ഷെട്ടി എന്ന് പറയുന്ന പ്രശസ്തനായ ഒരു വ്യക്തി എഴുതിയ തിങ്ക് ലൈക്ക് എ മോങ്ക് എന്ന് പറയുന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, ഒപ്പത്തിനൊപ്പം ഇരുന്നാൽ അവരുമായി നമ്മൾ ഒപ്പത്തിനാകുമോ? ഇല്ല, സീറ്റ് മാത്രമേ അങ്ങനെയുള്ളൂ. അപ്പം അങ്ങനെ ഒരു ചിന്തയുണ്ടെങ്കിൽ അങ്ങ് നമ്മൾ മാറ്റിക്കളയാം. ഒപ്പത്തിനൊപ്പം ഇരുന്നാൽ നമ്മൾ അവരുടെ ഒപ്പമാവില്ല, ഇരിക്കാൻ ഒരു സീറ്റ് കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. അവരിലെ അറിവുകൾ നമ്മളിലേക്ക് എത്തി നമ്മൾ ഉയരണം എന്നുണ്ടെങ്കിൽ എത്രയോ ആളുകളുടെ അറിവുകൾ നമ്മളിൽ എത്തണം. അപ്പൊ നമുക്ക് എല്ലാവരിൽ നിന്നും ഉണ്ടെന്ന് എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ, എല്ലാവരിൽ നിന്നും ഉണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. ഞാനിന്ന് നമ്മുടെ ചെയർമാൻ മുജീബ് സാറ് ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട്. നല്ല ഫ്ലുവൻ്റ് ആയിട്ട് അദ്ദേഹം ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടാണ് അദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ വെൽക്കം ചെയ്തത്, അല്ലെങ്കിൽ നമ്മളെ ഓരോരുത്തരെയും ഈ ഹാളിലേക്ക്, ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വെൽക്കം ചെയ്തു. ഇത്ര മനോഹരമായിട്ട് അദ്ദേഹം സംസാരിക്കുന്നതെന്ന് ഞാൻ ശ്രദ്ധിച്ചു കേട്ടു. വെൽക്കം ചെയ്ത നാജിയ മാം എത്ര പോസിറ്റിവിറ്റിയോട് കൂടി ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ നമുക്ക് മറ്റുള്ളവരെ മോഡൽ ചെയ്യാൻ സാധിക്കും, പക്ഷെ അവർ അനുകരിക്കേണ്ട, അവരുടെ മോഡലൊക്കെ നമുക്കൊന്ന് ശ്രദ്ധിച്ചു വെക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ നമ്മൾ ഒരു ദിവസം ഒരു 10 പേരെ കണ്ടാലല്ലേ 10 പേരുടെ വിവിധ തരം വളർച്ച നമ്മൾ കാണുള്ളൂ. അല്ലെങ്കിൽ ഞാൻ എന്നിലേക്ക് മാത്രം നോക്കിയിരുന്നാൽ എന്റെ വളർച്ച എനിക്ക് എന്ത് കാണാനാ? ദാറ്റ്സ് ഓൾ. അതാണ് 9ാമത്തെ പോയിന്റ്. 10ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ അത് അതിലും വളരെ മനോഹരമാണ്. നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും വ്യക്തമായി പറയുക. കേൾക്കുന്നവർക്ക് മനസ്സിലാവണം നമ്മൾ പറയുന്ന കാര്യം. പറയുന്ന കാര്യങ്ങൾ കുറച്ച് നെഗറ്റീവ് ഒഴിവാക്കി പോസിറ്റീവിനെ പറ്റി സംസാരിക്കുക. എനിക്കൊരു പ്രശ്നമുണ്ട്. എന്നാ പ്രശ്നം? എന്നാ പ്രശ്നം? അപ്പൊ ഞാൻ ഒരാളോട് പറയാം എനിക്കൊരു പ്രശ്നമുണ്ട്. എന്താ എനിക്ക് പ്രശ്നം? അപ്പൊ നമ്മൾ പറയണം എനിക്ക് സമയ നിയന്ത്രണത്തിന്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്, അതൊന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റണം. ഇല്ലെങ്കിൽ എനിക്ക് കുറച്ച് സ്പീഡിൽ ഞാൻ സംസാരിക്കും, ആ സ്പീഡ് ഒന്ന് എനിക്ക് കുറയ്ക്കണം. അതാണ് എൻ്റെ പ്രശ്നം. അപ്പൊ നമ്മുടെ പ്രശ്നം എന്താണെന്ന് നമ്മൾ വ്യക്തമായി കണ്ടുപിടിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ, നമ്മൾ പറയുമ്പോൾ നമ്മുടെ പ്രോബ്ലംസ് കൃത്യമായി മറ്റുള്ളവർക്ക് മനസ്സിലാവാൻ പാകത്തിന് നമ്മുടെ സ്ലാങ്, നമ്മുടെ സംസാരം, നമ്മുടെ രീതികളൊക്കെ മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് പറഞ്ഞു കൊടുക്കണം. ഇതാണ് അദ്ദേഹം പറഞ്ഞു തരുന്ന 10ാമത്തെ റൂള്. അപ്പൊ നമ്മുടെ സംസാരം നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവണം. ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? സ്കേറ്റിംഗ് ബോർഡിൽ കുട്ടികളെ കയറ്റരുത് എന്നല്ല ഇദ്ദേഹം ഈ പോയിന്റ് എഴുതി വെച്ചേക്കുന്നത്. ആ പോയിന്റ് കുറേ നേരം ഞാൻ അവിടെ ഇടുന്നുണ്ട്. ഞാൻ എന്റെ സ്റ്റൈലിലാണ് നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്ത് തരുന്നത്, പോയിന്റ് എഴുതിയതല്ല ഞാൻ വായിക്കുന്നത്. അപ്പം ഇവിടെ 11ാമത്തെ പോയിന്റ് ആയിട്ട് 11ാമത്തെ പോയിന്റ് ആയിട്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ നമ്മുടെ കുട്ടികളെ വെല്ലുവിളികൾ സ്വീകരിക്കാൻ തയ്യാറാക്കി വളർത്തണം. പണ്ട് കാലത്ത് നമ്മളെല്ലാം സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നു. നമ്മളെ ആരെങ്കിലും പുറകിൽ അന്വേഷിച്ചു വന്നായിരുന്നോ? ഇല്ല. കാലം അന്ന് അങ്ങനെയല്ല, ഇന്ന് കാലം വേറെയാ. അപ്പൊ ഓരോ കുട്ടിക്കും നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കൃത്യമായി പറഞ്ഞു കൊടുക്കണം വരായികകൾ. ഞാൻ സെക്ഷൽ ഡീറ്റെയിൽസിന്റെ ഒക്കെ ക്ലാസ് എടുക്കാൻ ടീച്ചേഴ്സിനും കുട്ടികൾക്കും ഒക്കെ എടുക്കാൻ എനിക്ക് 1-2 തവണ പോകാൻ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഞാൻ പേരൻസിനോട് പറഞ്ഞു കൊടുക്കും, കുട്ടികളുടെ സെക്ഷൽ അവയവങ്ങൾ വരെ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. പുറത്തിറങ്ങുന്ന ഒരു കുട്ടിക്ക് ഏത് രീതിയിലുള്ള അബ്യൂസ് അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള അപ്രോച്ച് ആണോ മറ്റൊരാളിൽ നിന്നുണ്ടാകുന്നത് എന്ന് അവരെ നമ്മൾ മനസ്സിലാക്കാൻ തയ്യാറായ ഒരു പേരൻസ് ആയി മാറണം. അപ്പൊ നമ്മൾ ഏത് തരത്തിലുള്ള വെല്ലുവിളികൾ വന്നാലും അവിടെ അത് തടഞ്ഞു നിർത്താൻ കഴിവുള്ള ഒരു മക്കളാക്കി നമ്മുടെ വളർത്തുക. മക്കളെ വെല്ലുവിളികളെ നേരിടാൻ തയ്യാറാക്കി. ചെറിയ ബുദ്ധിമുട്ടൊക്കെ വരുമെന്നേ പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും അത് അവര് ഫൈറ്റ് ചെയ്ത് വേണം മുമ്പോട്ട് പോകാൻ.
ഫൈറ്റ് ചെയ്യാതെ ആരാ ഇന്ന് ജീവിതത്തിൽ രക്ഷപ്പെട്ടിട്ടുള്ളത്? നൂലെ കെട്ടി ഇങ്ങനെ നമ്മുടെ പിള്ളേർക്കൊക്കെ ഇങ്ങനെ കൊടുത്ത് അവരിതിങ്ങനെ പിടിച്ചെടുത്തെടുത്തെടുത്തെടുത്തെടുത്ത് ഒരു കാര്യത്തിനും കഴിവില്ലാത്ത മക്കളായി. ശരിക്കും നമ്മുടെയൊക്കെ പുറകെ ആരാ വന്നിട്ടുള്ളത്? നമ്മളെല്ലാം ഇന്ന് ഓരോ തലത്തിൽ എത്തി നിൽക്കുന്ന ആളുകളായിരിക്കാം, അല്ലെങ്കിൽ പല മേഖലയിൽ കഴിവ് തെളിയിച്ച ആളുകളായിരിക്കാം. നിങ്ങളൊന്ന് പഴയ കാലത്തേക്ക് ചിന്തിച്ചുമൊക്കെ നമുക്ക് ഒത്തിരി എനിക്ക് സംസാരിക്കണം എന്ന് ആഗ്രഹമുണ്ട്. സമയത്തിന്റെ ഒരു കുറവ് കൊണ്ട് എന്റെ പോയിന്റ് പറഞ്ഞു തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുക, നമ്മുടെ പഴയ കാലത്ത് നമ്മളെ പ്രൊട്ടക്ട് ചെയ്ത് നമ്മുടെ കൂടെ ആരാ നിന്ന്? നമ്മുടെ പേരൻസിന് അറിയാമായിരുന്നു പുറത്തു പോയാൽ അവര് തിരിച്ചു വരുന്നു. പക്ഷെ ഇന്ന് കാലഘട്ടം അതല്ല. അപ്പൊ പുറത്തിറങ്ങുമ്പോൾ ഉണ്ടാവുന്ന വെല്ലുവിളികളെ നേരിടാൻ നമ്മൾ നമ്മുടെ മക്കളെയും പഠിപ്പിച്ച് നമ്മളും പഠിക്കണം. എനിക്ക് മുമ്പിലേക്ക് ഒരു പ്രശ്നം വന്നാൽ ഞാൻ അത് തരണം ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആളായി മാറിയിരിക്കണം. ഇനി അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞാല് വളരെ നല്ലൊരു പോയിന്റ് ആട്ടോ. നമ്മൾ പൂച്ചയെ എടുത്ത് സ്നേഹിക്കാനല്ല പറയുന്നത്. നമുക്ക് നമ്മുടെ മുമ്പിൽ ഒരു പൂച്ചയെ വന്നാൽ പൂച്ച ഇഷ്ടമുള്ളവരാണെങ്കിൽ അവർ സ്നേഹിച്ചോട്ടെ, പൂച്ച ഇഷ്ടമുള്ളവരാണെങ്കിൽ അവർ സ്നേഹിക്കട്ടെ. ഇനി അവർക്ക് അതല്ല ഇഷ്ടമുള്ള കാര്യങ്ങൾ അവർ ചെയ്യണം. ചെറിയ കാര്യങ്ങൾ അവർ ആസ്വദിക്കണം. മനുഷ്യർ ആസ്വദിക്കണം. മനുഷ്യർ ഇങ്ങനെ വലിയ കാര്യങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇന്ന് നടക്കുന്ന ഒരു ചെറിയ കാര്യം, ഇന്ന് ഒരു ചിത്രശലഭം പറന്നു വന്ന് നമ്മുടെ മുമ്പിൽ ഇരുന്ന അതിന്റെ ഒരു ചിറകുകളുടെ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ കഴിയുമെങ്കിൽ ചെയ്യാമല്ലേ? കുറച്ച് ജീവിതമല്ലേ നമ്മുടെ മുമ്പിലുള്ളൂ. വലിയ കാര്യം വരാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുമ്പോൾ അതിലേക്ക് എത്താൻ നമുക്ക് സാധിക്കുമെന്ന് നമുക്ക് ആർക്കും അറിയില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ ചെറിയ കാര്യങ്ങളെ നമ്മൾ ആസ്വദിക്കാനായിട്ട് പഠിക്കണം. അപ്പം അദ്ദേഹം പറയുന്ന ഏറ്റവും മനോഹരമായ 12ാമത്തെ ഒരു ജീവിത വിജയത്തിന്റെ വഴികളാണ്. ഇനി മറ്റൊരു വാക്കുകൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് പറഞ്ഞു തന്നിട്ട് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. വിജയം ഒരൊറ്റ വലിയ തീരുമാനത്തിന്റെ ഫലമല്ല. ഓരോ ദിവസവും ശരിയായ ചെറിയ ചെറിയ തീരുമാനങ്ങൾ എടുക്കുന്നതിന്റെ ഫലമാണ് നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ടാവുന്ന വിജയം. ഇന്നൊരു കാര്യം വലിയത് ചെയ്തു, ഞാൻ വിജയിച്ചു എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ ഇരിക്കാതെ ഡേ ബൈ ഡേ ഓരോ ചെറിയ കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ ജോർഡൻ ബി പീറ്റേഴ്സൺ പല പരാജയങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ലോക പ്രശസ്തനായത് ഈ 12 ജീവിത വിജയത്തിന്റെ വഴികൾ നമുക്ക് മുന്നിലേക്ക് അർപ്പിച്ചുകൊണ്ടാണെങ്കിൽ ഇതുപോലെ ചെറിയ 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 സ്റ്റെപ്പുകൾ വെച്ച് വേണം നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ വിജയിക്കാൻ. ഒരൊറ്റ വലിയ കാര്യം ചെയ്തുകൊണ്ട് ഇന്ന് ജീവിത വിജയം അവസാനിപ്പിക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം ചെറിയ പല കാര്യങ്ങൾ ചെയ്ത് ഫൈനലി നമ്മൾ നമ്മുടെ ജീവിത വിജയം കൈവരിക്കുക എന്നുള്ളതാണ് എന്നുള്ള ഒരു വാക്കുകൊണ്ട് ഞാൻ ഈ സെഷൻ വളരെ ശ്രദ്ധയോടുകൂടി ശ്രവിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു സോ മച്ച്. ലാസ്റ്റ് പോയിന്റും നിന്ന ബുക്കിന്റെ പേരൊന്നും പറയോ? ഞാൻ ആ സ്ലൈഡ് തന്നാ മതിയോ സാറേ? മതി. ഓക്കെ, താങ്ക് യു. മതി. ഓക്കെ, സ്ലൈഡ് മതി. ഓക്കെ. മാം, ആ രണ്ടാമത്തെ പോയിന്റ് ഒന്നുകൂടെ പറയൂ. ഞാൻ സത്യത്തിൽ ഇതൊരു സെഷൻ എടുക്കാൻ പോയപ്പം 12 റോളും ഒരു വൈകുന്നേരം വരെ തീർത്തതാണ്. പക്ഷെ എനിക്ക് അരമണിക്കൂർ കൊണ്ടൊന്ന് തീർക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് സ്വല്പം സ്പീഡായോ എന്നൊരു സംശയമുണ്ട്. താങ്ക് യു മാം. ആൻഡ് ജസ്റ്റ് എനിക്ക് കോഫി ടോക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഗ്രൂപ്പ് ഉണ്ട്. അതിലേക്ക് എന്ത് ചെയ്യാം, 12 ഗോൾഡൻ റൂൾസ് ജസ്റ്റ് എന്ത് ചെയ്യാം, വളരെ ഷോർട്ട് ആക്കിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് മെസ്സേജ് അയക്കാം. ഒത്തിരി പേര് ഇങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ സമയം അതിക്രമിച്ചിരിക്കും. അതേപോലെ തന്നെ എന്തായാലും വളരെ മനോഹരമായി